ഡൽഹിയിൽ CBCI സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോൾഡ് ഖാന സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച മോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പറഞ്ഞു. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലും ശ്രീലങ്കയിലെ പള്ളികൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങൾ പരാമർശിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. इतना ही स्नेह मुझे हिज होलीनेस पोप फ्रांसिस से भी मिलता है. इसी साल इटली में G7 समिट के दौरान मुझे हिज होलीनेस पोप फ्रांसिस से मिलने का अवसर मिला था. पिछले 3 वर्ष में यह हमारी दूसरी मुलाकात थी. मैंने उन्हें भारत आने का निमंत्रण भी दिया है. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്ര മുഹൂർത്തമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CBCIയുടെ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് എന്നതിൽ CBCIക്ക് കത്തോലിക്ക മെത്രാൻ സമിതിക്ക് ഭാരത കത്തോലിക്കർക്ക് ക്രൈസ്തവർക്കെല്ലാം തന്നെ വലിയ സന്തോഷമാണ്. അദ്ദേഹം വളരെ മനോഹരമായൊരു സന്ദേശം ഇത് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും 2000 കൊല്ലത്തെ പഴക്കമുള്ള ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇന്നൊരു ഹിസ്റ്റോറിക് ഇവൻ്റ് തന്നെയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ തിരുനാൾ നവവത്സരത്തിൽ ഒരുക്കമായി പ്രധാനമന്ത്രി തന്നെ അതിനെ അംഗീകരിക്കുകയും ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, CBCIയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചെത്തി സന്ദേശം നൽകുകയും ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയുകയായിരുന്നു ഇതൊരു ചരിത്ര സംഭവമെന്ന്. എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം? പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതടക്കം അദ്ദേഹം പരാമർശിച്ചിരുന്നല്ലോ. വിജയകുമാർ, തീർച്ചയായും പ്രധാനമന്ത്രി ഇത്തവണ ക്രിസ്മസ് സന്ദേശം നൽകിയത് CBCIയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് വെച്ചാണ് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹം തൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പോപ്പിനെ കണ്ടതിലുള്ള സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് 2 തവണ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ 2 തവണ ക്ഷണിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെയാണ് വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, അഫ്ഗാനിസ്ഥാനിലും ലെബനിലും കുടുങ്ങിയ പുരോഹിതന്മാരെ മടക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, ഒപ്പം തന്നെ വിദേശത്ത് കുടുങ്ങിയ നഴ്സ് സഹോദരിമാരെ മടക്കി കൊണ്ടുവരാൻ നടത്തിയ ഇടപെടലുകൾ, അത് നയതന്ത്രം എന്നതിലുപരി അത് ഒരു മനസ്സിൻ്റെ വേദനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇവർ കുടുങ്ങിയ സാഹചര്യങ്ങളിൽ ഉണ്ടായത്. ഒപ്പം തന്നെ ക്രിസ്തുദേവന്റെ സന്ദേശത്തെ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി സമൂഹത്തിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ തൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നും പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു ഈ ക്രിസ്മസ് ദിന സന്ദേശത്തോടൊപ്പം എന്നുള്ളതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തം എന്ന വിശേഷണമാണ് വിവിധ സഭാധ്യക്ഷന്മാർ, CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിൽ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യമായി 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി CBCIയുടെ ക്രിസ്മസ് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കളും ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുത്തിരുന്നു. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രപരം, ഈ സന്ദർശനം ചരിത്രപരം എന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വിശേഷിപ്പിച്ചത്.